എല്ലാ ആളുകൾക്കും ആ മനസ്സ് വരില്ല. എന്നല്ല 98% പേർക്കും ആ മനസ്സ് വരാൻ പ്രയാസമാണ്. ഇവിടെ കഴിഞ്ഞുപോയ പല ആളുകളും പഴയ മുഅ്മിനീങ്ങൾ, ആരിഫീങ്ങൾ കാണുന്നവർ പറയും മക്കളാണ് നമ്മുടെ സമ്പത്ത്. അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹം നമ്മുടെ പൊന്നു മക്കളാണ്. ആ മക്കൾ വാപ്പയുടെ മുഖത്ത് വിരൽ ചൂണ്ടലും, ആ മക്കൾ ഉമ്മാക്കൊരു വിഷമമുണ്ടാക്കുന്ന ഒരു പദം. എന്റെ കുട്ടികളോട് ഞാൻ പറയുന്നു, മക്കളെ, പാവങ്ങളാണ് നമ്മുടെ ഉമ്മ. നമ്മുടെ ഉമ്മയും വാപ്പയും പച്ച പാവങ്ങളാണ്. 5 പ്രാവശ്യം നമ്മുടെ ഉമ്മാക്ക് ഈ പ്രസംഗിക്കുന്നവൻ ഇന്നെന്റെ ഉമ്മയും വാപ്പയും പള്ളിപ്പറമ്പിലാണ്. അല്ലാഹു നമ്മുടെ മാതാപിതാക്കളുടെ ഖബറുകളെ പ്രകാശിപ്പിക്കുമാറാവട്ടെ, സ്വർഗ്ഗത്തോപ്പാക്കുമാറാവട്ടെ. മാതാപിതാക്കൾക്ക് വേണ്ടി 5 പ്രാവശ്യം മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാം. നമ്മൾ നന്നാകാനുള്ള വഴി ഞാൻ മാതാപിതാക്കൾ ഇരുത്തി കുട്ടികളോട് 2 വാക്ക് പറയാം. ചെറുപ്പക്കാരായ കുട്ടികൾ ഇവിടെ ഉള്ളതുകൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി ഈ വഅദ് പറയുന്നവൻ ഇന്നലെ 5 വട്ടം ദുആ ചെയ്തിട്ടില്ല, എന്നെ എന്തിനു പറ്റും? ഇന്ന് 5 പ്രാവശ്യമെങ്കിലും ദുആ ചെയ്തില്ലെങ്കിൽ ഞാനൊരു നന്ദി കെട്ടവനാ. സഹോദരാ, 24 മണിക്കൂർ ഒരു യാസീനോദൻ 5 മിനിറ്റ് വേണ്ട. നമ്മയാക്കി വളർത്തിയ പള്ളിക്കാട്ടിൽ നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും കൂടിയിട്ട് ഒരു യാസീൻ എല്ലാ ദിവസവും, ആണ്ട് ദിവസമല്ല, എല്ലാ ദിവസവും നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും ഒരു യാസീൻ 5 മിനിറ്റ്. സുബ്ഹിക്ക് ശേഷമോ മഗ്രിബിന് ശേഷമോ അസ്റിന് ശേഷമോ ദുഹറിന് ശേഷമോ എപ്പോഴെങ്കിലും ഒരു യാസീൻ ഓതാൻ ഞാൻ എന്നോട് ചോദിക്കും, നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ, കഴിയാറുണ്ടോ? നമ്മുടെ ഉമ്മ പള്ളിക്കാട്ടിൽ കിടക്കുകയല്ലേ, നമ്മുടെ വാപ്പ പള്ളിപ്പറമ്പിൽ കിടക്കുകയല്ലേ? ആ സാധുക്കൾക്കൊരു യാസീൻ എല്ലാ ദിവസവും. മാമൂല് വേണ്ട, കാട്ടിക്കൂട്ടലുകൾ വേണ്ട, ഒരു യാസീൻ ഓതാൻ നമുക്ക് സമയം കിട്ടാറുണ്ടോ? ഇത് ഞാനൊന്ന് തുറന്നു ചോദിക്കുകയാണ്. ഇല്ല എങ്കിൽ നന്ദി കെട്ടവൻ എന്ന പദത്തിന്റെ ഉടമ നമ്മളാണ്. നമ്മുടെ ഉമ്മാക്ക് ഉപ്പാക്ക് ഈ ഇരിക്കുന്ന അല്ലാഹു നമ്മുടെ മാതാപിതാക്കളുടെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കുമാറാവട്ടെ. നിങ്ങള് ഉമ്മയോ വാപ്പയോ പള്ളിക്കാട്ടിൽ കിടക്കുന്നവരെന്ന് കയ്യൊന്തിക്കും. ഈ കൂട്ടത്തിൽ ഉമ്മയോ അല്ലോ അത്യാവശ്യം ഉണ്ടല്ലോ, ഇനി രണ്ടാമത്തിന് കയ്യൊന്തിക്കരുതട്ടാ. ഇന്നലെ ആ ഉമ്മാക്കോ ഉപ്പാക്കോ ഒരു യാസീൻ ഓതിയവര് കൈ പൊക്കൂന്ന് പറയാ, കൈവെക്കരുതട്ടാ. ആ ക്ലാസിന്റെ ശരിയാ, അല്ലെ വാദിന്റെ ശരിയാ. എന്നെ മനസ്സാട്ടോ, നിങ്ങൾ കൈ പൊക്കി. ഉമ്മ പള്ളിപ്പറമ്പിലാണ്, വാപ്പ പള്ളിപ്പറമ്പിലാണ്. രണ്ടാമത്തെ ചോദ്യം, ആ ഉമ്മാക്കുപ്പാക്കും എല്ലാ ദിവസവും ഒരു യാസീൻ 5 മിനിറ്റ് വേണ്ട. അത് കൈപൊക്കൂന്ന് പറഞ്ഞാൽ ചിലപ്പോ കളവായി പൊക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ലല്ലോ. എന്നെ മനസ്സാട്ടി ചോദിക്കും, സാധുക്കളാണ് നമ്മൾ, പാവങ്ങളാണ്, അവർക്ക് വേണ്ടി 5 പ്രാവശ്യം എവിടെയും. എന്റെ അനുജന്മാരെ, ചെറുപ്പക്കാരെ, 3 കാര്യങ്ങൾ ഞാനിവിടെ തങ്ങളാപ്പ വരുന്നതിന് മുമ്പ് പറയാം. 3 വിഷയങ്ങൾ. അത് ഒരു ഓട്ടപ്പറച്ചിലാണ്, ഇനിയുള്ളതൊരു ഓട്ടപ്പറച്ചിലാണ്. 3 കാര്യം സൂചിപ്പിക്കാം. ഗൾഫിൽ ചെന്നാലും ഇവിടെയാണെങ്കിലും വെള്ളച്ചാൽ ഒരു പെട്ടിക്കട തുടങ്ങിയാലും, അയ്യായിൽ ഒരു പെട്ടിക്കട തുടങ്ങിയാലും അതിൽ ബറക്കത്ത് വേണോ, ഐശ്വര്യം വേണോ, സന്തോഷം വേണോ, എന്ത് വേണമെങ്കിലും മാതാപിതാക്കൾക്ക് 5 പ്രാവശ്യമെങ്കിലും ദുആ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അൽഹംദുലില്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തിന് വേണ്ടി ദ്വാരക്കുക, മരണപ്പെട്ട ഖബർ പ്രകാശിക്കാൻ വളരെ പ്രയാസ. നാട്ടുകാരെ, എല്ലാ ദിവസവും ഒരു യാസീൻ ഓതി, മാസത്തിൽ ഒരു ഖത്ം പോയി തീർക്കുന്നവരുണ്ട്. അറിയുന്നൊക്കെ മാസത്തിൽ എല്ലാ മാസവും മരിച്ച ഉമ്മാക്കും ഉപ്പാക്കും ഒരു ഖത്തം ഓതുന്നു. നമ്മുടെ നാടുകളുണ്ട്. എല്ലാ മാസവും ഒരു ജുസ് ഓതിയാ പോലെ, ഒരു ജുസ് അരമണിക്കൂർ വേണ്ടല്ല, അങ്ങനത്തെവരുണ്ട്. അക്കൂട്ടത്തിൽ നമ്മൾ ചിന്തിക്കാൻ, ഞാനൊരു യാസീൻ ഓതുന്നുണ്ടോ എന്നുള്ളത്. ബറക്കത്ത് അവിടെയാ, ഐശ്വര്യം അവിടെയാ. ഞാൻ പറയുന്നത്, മാതാപിതാക്കൾ അവരോട് കണ്ണടച്ചു തുറങ്ങുന്ന സമയം പിടക്കം. അല്ലാഹു തആല കാക്കട്ടെ. നിങ്ങൾ ആമീൻ പറഞ്ഞോളി. അല്ലാഹു തആല കാക്കട്ടെ. ഒരു പേടിയില്ല. കെട്ടിയ പെണ്ണുമായിട്ട് അങ്ങോട്ട് പോകുന്ന കാഴ്ച ഉണ്ടല്ല, വളരെ എന്തോ സ്നേഹം എന്ന് പറഞ്ഞാലേ അത് എന്തൊക്കെയോ ആയിപ്പോയി. എവിടെയാ ബറക്കത്ത് എന്നുള്ള ഈ കുട്ടികളെ പറഞ്ഞപ്പോ ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം.
വല്ലാത്തൊരു വിഷയം. മുമ്പ് ഞാൻ ഹിക്കമയിൽ ദർശനത്തിന്റെ കാലത്ത് അന്നൊരുത്തൻ കല്യാണം കഴിച്ചൊരു മാസമായിട്ടുള്ളൂ, ഇറങ്ങിപ്പോയി. അവളെയും കുട്ടി അവിടെ വീട്ടിലേക്ക് ഭാര്യ വീട്ടിൽ പോയി താമസിക്കാം. കുഴപ്പമൊന്നുമില്ല, ഭാര്യ വീട് നമ്മളെ വീട് തന്നെ. അമ്മോഷൻ അമ്മായും ഒക്കെ നമ്മുടെ ഉമ്മയും ബാപ്പിയാണ്. അതൊക്കെ മറന്നു പോകുന്ന ചില ആളുകളുണ്ട്, മറന്നു പോകുന്ന കുറെ ആളുകളുണ്ട്. നിങ്ങളെ ഇവിടങ്ങളിലെ സ്ഥിതി ഇപ്പോ അറിയില്ല എന്ന് പറഞ്ഞ മോശമാവൂലേ? അറിയാത്ത ആളൊന്നല്ല ഞാൻ. ഇതൊക്കെ പക്ക ചോട്ട. ഈ നോക്കി നിങ്ങൾ ഈ കമ്മീസിട്ട ആളൊക്കെ ഇത് പക്ക ചോട്ടരുത്. ഇപ്പൊ അതങ്ങോട്ട് വളർന്നിട്ടേ. എന്റെ ഓർമ്മയിലുണ്ട്, ചോട്ടായിട്ട് കണ്ടിരുന്നാണ്. അതിന്റെ ഉപ്പാനൊക്കെ എനിക്കറിയാം. പോട്ടെ, ഞാൻ പറയുന്നത് സദസ്സിലും കുറേയുണ്ട്. ഞാൻ പറയുന്നത് കേട്ടൊരു ചെറുപ്പത്തെ പുതിയ തലമുറ, ഒരു പെണ്ണ് കിട്ടിയ ഉമ്മ ഉപ്പ പറ്റപ്പോയി, എന്തൊക്കെയോ ആയിപ്പോയി. എത്ര പെട്ടെന്നാരെ വലിച്ചെറിയുന്ന പാവങ്ങളെ. ഉപ്പാനെ വലിച്ചെറിയ, ഉമ്മാനെ വലിച്ചെറിയ, അതൊന്നൊരു വിഷയമില്ല. ചില ആളുകൾ കല്യാണങ്ങൾ കഴിച്ചാല് പിന്നെ വാശി. എന്ത് വാശിയാന്നറിയോ? വാശി എന്ന് പറഞ്ഞ കുട്ടികളോടുള്ള വാശി, കുട്ടികളോടുള്ള വാശി. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ടവര് നമ്മുടെ മജ്‌ലിസിലെത്തി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്. SYSന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടിയായ അവിടുത്തെ ഉപ്പ ആരാണെന്ന് പിന്നെ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. അവിടുന്ന് വരുന്ന രംഗ ഞാൻ പറഞ്ഞു. ഇവിടെ അവിടുത്തെ ഉപ്പ പാവങ്ങളുടെ അത്താടിയായിരുന്നു. ബഹുമാനപ്പെട്ട വൈരത്തൂർ ഉപ്പാപ്പ, ഈ പറയുന്ന ഞാനടക്കം ദർസിന്റെ എല്ലാത്തിന്റെ ഒരു മൽജ. ഉപ്പാപ്പ വലിയൊരു മഹാനായിരുന്നു. അൽഹംദുലില്ലാഹ്, അതേ രൂപത്തിൽ ആ മാതൃക പറ്റി അതിലൂടെ തന്നെ ഇന്ന് ഈ ഉമ്മത്തിന് നേതൃത്വം നൽകി SYSന്റെ സമുന്നതരായ പ്രസിഡന്റായി ഇന്ന് ഈ യുവ മനസ്സുകൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ടവർ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു ആയുസ് നീട്ടിക്കൊടുക്കുമാറാവട്ടെ. ഇനിയാ നീട്ടുന്നത് അത് അദബുകേടാണ്, അതൊരു അദബുകേടാണ്. ഞാനിവിടെ പ്രസംഗം നിർത്തുന്നു. സാധുക്കളാണ്, ഒരാളെയും വെറുക്കാത്ത, ഒരാളെയും വെറുപ്പിക്കാത്ത ഒരു ജീവിതം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഭാര്യ മക്കൾ അവര് നമുക്ക് ഭാരമാകരുത്, നമ്മൾ അവർക്കും ഭാരമാകരുത്. എല്ലാ നിരക്കും ഒരു സന്തോഷം, ഒരു സന്തോഷം നമ്മുടെ വീട്ടിലങ്ങ് ചെല്ലുമ്പോ ഭാര്യക്ക് വലിയ സന്തോഷം ഉണ്ടാകും, നമ്മുടെ മക്കൾക്ക് അതിലേറെ സന്തോഷം ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചില ആളുകളെ കണ്ട് പറയുന്നത്, ചില ആജുമാര് പറയും, ഉപ്പാനെ കണ്ട മക്കള് അടുക്കളയേക്കോളും. അപ്പൊ മക്കൾ ഉമ്മ ചോദിക്കും, മക്കള് ഉമ്മ എന്താ മക്കളെ, അവിടെ വാപ്പ വന്നിട്ടുണ്ട്. നമ്മളുണ്ടല്ലോ നാട് കാണിച്ചേർത്തും ആനിറങ്ങിയ പറയും, ആനിറങ്ങിയിട്ടുണ്ട്, എന്നല്ല വാപ്പ ഇറങ്ങിയിട്ടുണ്ട്. എന്ത് വാപ്പ? മക്കളെ വാപ്പാനെ കാണുമ്പോ പേടിച്ചോട്, ഭാര്യ ഭർത്താവിനെ കാണുമ്പോ വിറച്ചങ്ങനെ ഇരിക്ക. നന്ദി കെട്ട ഭർത്താവ്. ഞാൻ പച്ചയില് പറയാം, അതല്ല ഭർത്താവ്. വല്ലാത്ത കുളിർമയാണ്, കൺകുളിർമയുണ്ടാവും. നമ്മുടെ ഭാര്യക്ക് നമ്മള്, ഞാനൊന്നത്ത് പാപ്പാനെ ഇരുത്തിയിട്ട് രണ്ട് വാക്കുകൂടെ പറയട്ടെ. ഭാര്യമാർ നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കരയേണ്ട ഒരു ഗതി വരുത്തരുത്. സാധുക്കളാണ്, ഭാര്യമാരെ കരയിപ്പിക്കൽ. അവരാണ് നമ്മുടെ എല്ലാം എല്ലാം. സാധുക്കളാണ്, പാവങ്ങളാണ്. ഞാൻ നമ്മുടെ നേതൃത്വത്തെ ഇരുത്തി പറയുന്നു, ഒരു മിനിറ്റ്, ഒരു മണിക്കൂർ അങ്ങ് കിടന്നാൽ, മൂത്രത്തിൽ കിടന്നാൽ, ഈ റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോ ബൈക്കിലോ മറ്റ് അപകടത്തിലോ പെട്ട് ഒരു മണിക്കൂർ അങ്ങ് കിടന്നാൽ ആരാണ് നമ്മുടെ ഭാര്യ എന്ന് ശരിക്കും തിരിയും. ഒറ്റ മണിക്കൂർ കിടന്നാൽ മതി. ഭാര്യമാരെ കരയിപ്പിക്കരുത്, ഭാര്യമാരെ വേദനിപ്പിക്കരുത്, ഭാര്യമാരെ വിഷമിപ്പിക്കരുത്. അതിലുപരി നമ്മുടെ മക്കളെ ശപിക്കരുത്. ആ മക്കൾക്ക് നല്ല രൂപത്തിൽ പഠിപ്പിക്കാൻ കഴിയില്ലേ? പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളുടെ കേന്ദ്രങ്ങളിലേക്ക് അൽഹംദുലില്ലാഹ് 9 കൊല്ലം പിന്നിടുന്ന 5000
നമ്മുടെ മദ്രസ അൽഹംദുലില്ലാഹ് അള്ളാഹു സഹായികൾക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു ഇസ്സത്ത് കൊടുക്കട്ടെ, റഹ്മത്ത് കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കുട്ടികളെ നമുക്ക് നേരിട്ട് പഠിപ്പിക്കാൻ കഴിയൂലേ? നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള വഴികൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. മക്കളെ ശപിക്കരുത്, മക്കളെ പഠിച്ചാരരുത്, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അന്നദാരായ യനദൂട് പൊൻ ശിശുക്കളെ ദീൻ ഇസ്ലാം അറിവ് നൽകി വളർത്തി നല്ല വഴിയിൽ നടത്തിടുവാ. പടമക്കാർ ദുആ ചെയ്യും. മഹാന്മാർ പടച്ചവനെ ഭാര്യയോട് പറയും, അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്ത് നമ്മുടെ മക്കളാണ്, മക്കളെ നല്ലതുപോലെ നോക്കണം, മക്കളെ ഒഴിവാക്കരുത്, മക്കളെ ശപിക്കരുത് എന്ന് വസിയത്ത് ചെയ്ത് എഴുതി വെച്ചു പോകുന്ന മഹാന്മാരുണ്ടായിരുന്നു. നമ്മുടെ കുട്ടികൾ കല്യാണം കഴിച്ച മക്കളുണ്ടോ, അവരെയും ശപിക്കരുത്, പാവമാണ്. നമുക്ക് നമ്മുടെ നിർബന്ധത്തിന് പഠിക്ക് കല്യാണം കഴിച്ചു, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാകുമ്പോ ആട്ടരുത്, ശപിക്കരുത്. ആ പെൺകുട്ടിയെയും ശപിക്കരുത്, മരുമക്കളെയും ശപിക്കരുത്, മക്കളെയും ശപിക്കരുത്. നമ്മുടെ ആൺകുട്ടികൾ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന പെൺകുട്ടികൾ നമ്മുടെ സ്വന്തം മക്കളാണ്, ആ മക്കളെയും ശപിക്കരുത്. ഒരു നല്ല ബറക്കത്തുള്ള ജീവിതം നാം അതിലൂടെ വളരണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്